വലിയ പ്രതീക്ഷകളിലായിരുന്നു BJP. ഒന്ന്, കേരളത്തിൽ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു രാജഗോപാലിലൂടെ. ലോക്സഭയിൽ താമര ചിഹ്നത്തിൽ ഒരാളെ ആദ്യമായി ലോക്സഭയിൽ എത്തിക്കാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പിലൂടെ, സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ. BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. തെരഞ്ഞെടുപ്പിൽ 2 നഗരസഭകൾ, അതായത് പാലക്കാട് നഗരസഭയും പന്തളം നഗരസഭയും BJP ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തതുമാണ്. കൂടുതൽ നഗരസഭകൾ, കൂടുതൽ പഞ്ചായത്ത് വാർഡുകൾ, കൂടുതൽ കോർപ്പറേഷൻ വാർഡുകൾ, ഒരു പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം, ഇതൊക്കെ തന്നെയാണ് BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ. പക്ഷെ പ്രതീക്ഷകൾ മുളയിൽ തന്നെ വാടുന്ന ഒരു കാഴ്ച കാണുന്നു. അതിനുള്ള പ്രധാന കാരണം സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രൂക്ഷമായ പ്രതികരണങ്ങൾ മറുവശത്ത്. ഇതെല്ലാം ഒരു കേഡർ സംവിധാനമുള്ള BJPക്ക് പരിചിതമായ രീതികളല്ല. BJP ഒരു കേഡർ പാർട്ടിയിൽ നിന്നും മാസ് പാർട്ടി എന്ന രൂപത്തിലേക്ക് ഒരു മാറ്റം, പരിവർത്തനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനിവാര്യമായ ദുരന്തമായി ഇങ്ങനെയുള്ള പ്രവണതകളെ കാണാം. അതുകൊണ്ട് ചിട്ടയായ പ്രവർത്തനം, സ്ക്വാഡ് വർക്ക്, ഇതൊക്കെ BJPയുടെ എപ്പോഴും ദൗർബല്യമുണ്ടെങ്കിലും വേണ്ട വോട്ടുകളില്ല എന്ന് തോന്നുമ്പോഴും ഉള്ള വോട്ടുകൾ പരമാവധി പെട്ടിയിലാക്കാനുള്ള കഴിവ് CPM-നും BJPക്കുമാണുള്ളത്, കോൺഗ്രസിനല്ല. അതുകൊണ്ട് ആ കഴിവ് BJP ഒരിക്കൽ കൂടെ പുറത്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയും. കാരണം കേരളത്തിൽ കൃത്യമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഏക പാർട്ടി BJP ആണ് എന്ന് നിസ്സംശയം പറയാം. CPM-ൽ നിന്നും കൊഴിഞ്ഞുപോക്കുകളുണ്ട്, കോൺഗ്രസിന് ദൗർബല്യങ്ങളുണ്ട്. CPM-ന്റെ അണികളായ എത്രയോ പേര്, ചില സമുദായങ്ങളിൽ പെടുന്ന ആളുകൾ, വലിയ നമ്പർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്തതായി കൃത്യമായ വിവരമുണ്ട്. അങ്ങനെയെങ്കിൽ ആ ട്രെൻഡ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമോ? അങ്ങനെയെങ്കിൽ BJPക്ക് നേട്ടത്തിന് വകയുണ്ട്. തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ BJP കഴിയും. BJPയുടെ സംഘടനാ ജില്ലകൾ ഒരു പക്ഷേ പ്രയോജനപ്പെടുത്താൻ കഴിയും. കാരണം സംഘടനാ ജില്ലകൾ എന്ന് പറയുന്ന ഓർഗനൈസേഷണൽ ഡിസ്ട്രിക്റ്റ്, അത് BJPയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു ജില്ലയിൽ തന്നെ ഒന്നിലധികം സംഘടനാ ജില്ലകൾ രൂപീകരിക്കുകയും അതിലെല്ലാം തലപ്പത്ത് ആളുകളെ കൊണ്ടുവരികയും വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിയത് UDF-നേക്കാൾ LDF-നേക്കാൾ മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തി ഒരുപക്ഷെ മാറ്റി തെളിയിച്ച പാർട്ടിയാണ് BJP. അതുകൊണ്ട് പ്രിപ്പയർഡ്നെസ്സിനെ കുറിച്ച് സംശയിക്കാനാവില്ല. അതുമാത്രമല്ല, പുതിയൊരു സംസ്ഥാന അധ്യക്ഷൻ BJPക്കുണ്ട്, രാജീവ് ചന്ദ്രശേഖറുടെ ഭാവി തീരുമാനിക്കാൻ, അതായത് ഒരു നേതാവെന്ന നിലയിൽ, അണികളുടെ വിശ്വാസം ആർജിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു ഉരകല്ല് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കേന്ദ്രീകൃതമായി എങ്ങനെയും തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്കിലും പിടിച്ചെടുക്കണമെന്ന വാശിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് തിരുവനന്തപുരത്തെ അത്ര ഹിതകരമല്ലാത്ത ആത്മഹത്യകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വിന്നബിലിറ്റി ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. ആ വിന്നബിലിറ്റി അവസാനം വരെ നിലനിർത്തി മുന്നോട്ട് പോവുക. ഒരുപക്ഷെ അത് സാധിച്ചില്ലെങ്കിലും BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആവുക എന്നതെങ്കിലും സംഭവിച്ചില്ല എങ്കിൽ, അതുപോലെ തൃശ്ശൂർ കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുക എന്നതെങ്കിലും സംഭവിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഒരുപാട് വിശദീകരണങ്ങൾ BJP നേതാക്കൾ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും നൽകേണ്ടി വരും. അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 20% വോട്ട് ഷെയർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലഭിച്ചു BJPക്ക്. കേരളത്തിൽ ആകമാനം നോക്കുമ്പോൾ 20 നിയമസഭാ സെഗ്മെന്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ അനുസരിച്ച് BJPക്ക് 1-ാം സ്ഥാനമോ 2-ാം സ്ഥാനമോ ഉണ്ട്. 11 മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനം, 9 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനം. ഈ 20% വോട്ട് ഷെയർ 25% വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അനേക പഞ്ചായത്തുകൾ, നിരവധി നഗരസഭകൾ, 1-2 കോർപ്പറേഷനുകൾ ഒക്കെ പിടിച്ചെടുക്കാൻ സാധിക്കും. ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ പോലും ചിലതെങ്കിലും കൈവശപ്പെടുത്താൻ BJP കഴിയും എന്നതാണ് BJPയുടെ ഉന്നത തലത്തിലുള്ള ഒരു ഫോർമുല. പക്ഷെ അത് അമിത്ഷായുടെ തലത്തിൽ സാധിക്കുമായിരിക്കും. പക്ഷേ അത് ഒരു പൊളിറ്റിക്കൽ മാനേജ്മെന്റിലൂടെ മാത്രം സംഭവിക്കാവുന്ന കാര്യമല്ല. ഏറ്റവും പ്രതിച്ഛായുള്ള ആളുകളെ നിർത്തുക, അതുപോലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിറ്റികളിലെ തലയെടുപ്പുള്ള സ്വീകാര്യതയുള്ള നേതാക്കൾക്ക് ഇപ്രാവശ്യം സീറ്റ് കൊടുക്കാൻ BJP വിവിധ ഇടങ്ങളിൽ, വിവിധ തലങ്ങളിൽ സീറ്റുകൾ കൊടുക്കാൻ, സ്ഥാനാർത്ഥിത്വം നൽകാൻ BJP തയ്യാറായി. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ എങ്ങനെയാണ് തിരിയുന്നത്? അത് കോട്ടയം ജില്ല, എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ലയുടെ ഭാഗങ്ങൾ, പത്തനംതിട്ട ജില്ല, ഇവിടെയൊക്കെയുള്ള ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ചെറിയ വിഭാഗമെങ്കിലും BJPയിലേക്ക് ചായുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനുള്ള ഏറ്റവും ആദ്യ അവസരം കൂടിയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഡ്രസ് റിഹേഴ്സൽ എന്ന നിലയിൽ BJPക്കും തന്ത്രങ്ങൾ ഒരുക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോഴത്തെ BJPയുടെ സ്ഥാനാർത്ഥി നില. അതുകൊണ്ട് BJP പ്രതീക്ഷയിലാണ്. പക്ഷെ വൻപൻ പ്രതീക്ഷയ്ക്ക് സ്ഥാനമുണ്ട് എന്ന് തോന്നുന്നില്ല.